الله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم اهدنا الصراط المستقيم ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ സമയം നാം തെരഞ്ഞെടുത്തിട്ടുള്ളത്. സത്യവിശ്വാസികളായ എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു വിഷയമാണ് പൂട്ടിക്കിടന്നിരുന്ന ഒരു പള്ളി വീണ്ടും ആരാധന തുടങ്ങി എന്നുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2012 ശേഷം പ്രത്യക്ഷമായി പുറത്തു വന്ന ചില പ്രശ്നങ്ങൾ, അത് കാരണമായി ആദ്യമായി പൂട്ടിക്കിടന്ന പള്ളി കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിലാണ് ഉണ്ടായത്. കഴിഞ്ഞ ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് വേദനാജനകമായ ആ സംഭവം ഉണ്ടായത് എന്ന് ഒരുപക്ഷെ ചിലർക്കെങ്കിലും അറിയാൻ സാധ്യതയുണ്ട്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്നലെ അസർ നമസ്കാരത്തോടുകൂടി വീണ്ടും പള്ളി തുറന്നപ്പോൾ തെറ്റിദ്ധരിച്ചോ അല്ലാതെയോ പള്ളി പൂട്ടിക്കാൻ ശ്രമിച്ചവർ പോലും യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുകയാണ് വേണ്ടത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇരിക്കൂറിൽ ഉണ്ടായിട്ടുള്ള വേദനാജനകമായ സംഭവ വികാസങ്ങൾ നാം ഓരോരുത്തരെയും ചിന്തിപ്പിക്കുകയും അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാൻ, തെറ്റായ പ്രവണതകൾ വീണ്ടും വരാതിരിക്കാനുള്ള ശ്രദ്ധ എല്ലാവരിലും ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്താണ് ഇരിക്കൂറിൽ ഉണ്ടായിട്ടുള്ള വിധി? 26/4/2013 ആരായിരുന്നോ അവിടെ പള്ളിയിൽ ഖുത്ബ പറയാൻ എത്തിയിരുന്നത്, അന്ന് ആരായിരുന്നോ പള്ളി നടത്തിക്കൊണ്ടിരുന്നത്, അവർ തന്നെ തുടർന്ന് നടത്തണം എന്ന് തലശ്ശേരി RDO കോടതി വിധിക്കുകയാണ്. ആ ഭാഗം വളരെ പ്രധാനമാണ്. എ പാർട്ടി, 3 പാർട്ടികൾ, 3 കൂട്ടരാണ് ഇതിൽ കക്ഷികളായി വന്നത്. എ പാർട്ടി എന്നത് യഥാർത്ഥ മുജാഹിദുകൾ, ബി പാർട്ടി എന്നത് കേരള നദ്വത്തുൽ മുജാഹിദീനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന കേവല സംഘടനാവാദികൾ, മൂന്നാമത്തത് സി പാർട്ടി എന്ന് പറയുന്നത് മടവൂർ വിഭാഗം. കോടതി പറയുന്നത് എ പാർട്ടി ടു ബി ഇൻ ആക്ച്വൽ പൊസഷൻ ആൻഡ് പെർമിറ്റ്സ് ടു കണ്ടിന്യൂ എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് പൊസഷൻ, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എ പാർട്ടിയാണ് എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അന്തിമ വിധി അല്ല ഇത്, RDO കോടതിയുടെ താൽക്കാലിക വിധിയാണ്. അപ്പോൾ RDOയുടെ മുമ്പിൽ വന്നിരിക്കുന്ന വിഷയത്തിലെ RDOയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി, RDOയുടെ മുമ്പിൽ ഇനി ഈ വിഷയം വാദം കേൾക്കുന്ന വിഷയമില്ല, സിവിൽ കോർട്ടിലേക്ക് പോകുമ്പോഴാണ് മറ്റു തരത്തിലുള്ള വാദങ്ങളും കാര്യങ്ങളും എല്ലാം വന്ന് അന്തിമ വിധിയിലേക്ക് പോകേണ്ടത്. ഇവിടെ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവ വികാസം, 2.5 മാസക്കാലം നമ്മുടെ ഒരു പള്ളിയിലെ ഇബാദത്ത് മുടങ്ങി എന്നതാണ്. 26/4 ഉൾപ്പെടെ 10 വെള്ളിയാഴ്ചകളിൽ അവിടെ ജുമാ മുടങ്ങി. 2.5 മാസക്കാലത്തിനിടക്ക് ജമാഅത്തുകൾ മുടങ്ങി, പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളി മുടങ്ങി, പള്ളിയിൽ വന്ന് ഇരുന്ന് വിശ്രമിക്കുന്നവരുടെ അവസ്ഥ മുടങ്ങി, പള്ളിയിലുള്ള പായ പൂപ്പല് പിടിച്ചു. ഇപ്പോഴും നമ്മുടെ പ്രവർത്തകർ പൂപ്പല് പിടിച്ച പാഴകൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. ഏറ്റവും
സംതൃപ്തി നൽകുന്ന ഒരു കാര്യം, ഇരിക്കൂറിലെ മുസ്ലിം പൊതുസമൂഹം മൊത്തം ഈ വിഷയത്തിൽ സത്യത്തോടൊപ്പം ന്യായത്തോടൊപ്പം മുജാഹിദുകളോടൊപ്പം നിന്നു എന്നുള്ളതാണ്. 1989 മഹാനായ KNMന്റെ മുൻ ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് മൗലവിയാണ് ഇരിക്കൂറിലെ മസ്ജിദുൽ മുജാഹിദീൻ ഉദ്ഘാടനം ചെയ്തത്. മഹാനായ ഉമർ മൗലവി വരെ അവിടെ ഖുത്ബ പറഞ്ഞിട്ടുണ്ട്. 2002 മടവൂർ വിഭാഗം നമ്മളിൽ നിന്നും പിരിഞ്ഞുപോയ സന്ദർഭത്തിൽ നമുക്കിടയിലുണ്ടായ പ്രശ്നങ്ങളുടെ ഭാഗമായി ഒരു മധ്യസ്ഥ തീരുമാനം വരികയും KNMന് കീഴിൽ മടവൂർ വിഭാഗവും പകുതി ഖുതുബകൾ നടത്തുകയും ചെയ്തു. അപ്പോൾ പകുതി ഖുതുബകൾ അവർക്കും പകുതി ഖുതുബകൾ നമുക്കും കേരള നദ്വത്തുൽ മുജാഹിദീനും ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 2012-13 കാലഘട്ടമായപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ വീണ്ടും ഇപ്പോൾ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിലവിലുള്ള കമ്മിറ്റി അത് ശിർക്കാരോപണത്തെ സപ്പോർട്ട് ചെയ്യാതിരുന്നപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യുകയും അങ്ങനെ ഒരു അഡ്ഹോ കമ്മിറ്റി നിശ്ചയിക്കുകയും ചെയ്തു. എന്താണ് ഈ കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തത് എന്ന ഒരു ചോദ്യം RDOയുടെ മുമ്പിൽ ഉണ്ടായപ്പോൾ അതിന് നമ്മുടെ സഹോദരങ്ങൾ നൽകിയിട്ടുള്ള മറുപടി, ഇരിക്കൂർ ശാഖാ കമ്മിറ്റി ചെയ്ത തെറ്റ് എന്ത് എന്നതിന് നൽകിയ മറുപടി, 2012 ഡിസംബർ മാസം 8-ാം തീയതി ഇരിക്കൂറിൽ ഡോക്ടർ ബഷീർ സാഹിബ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പൊതുയോഗം ഇരിക്കൂർ ശാഖ അറിയാതെ ഇരിക്കൂർ ശാഖയുടെ പേരിൽ പോസ്റ്റർ ഇറക്കി ഉളിക്കൽ ശാഖാ സെക്രട്ടറി ഉളിക്കൽ ശാഖയുടെ ലെറ്റർ പേഡ് ഉപയോഗിച്ചുകൊണ്ട് മൈക്ക് പെർമിഷൻ എടുത്ത് അവിടെ പരിപാടി നടത്തുവാൻ ശ്രമിച്ചു. ആ ശ്രമത്തെ ഇരിക്കൂറിലെ KNM പ്രസിഡന്റും സെക്രട്ടറിയും അതുപോലെ അവിടുത്തെ സ്റ്റേറ്റ് കൗൺസിലറും ഒരു പരാതി തയ്യാറാക്കി ഡോക്ടർ ബഷീർ സാഹിബിനെ സമീപിക്കുകയും ഇത് ശരിയല്ല, അവിടെ ഒരു ശാഖാ കമ്മിറ്റിയുണ്ട്, ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ ശാഖയുടെ പേര് വെച്ച് മറ്റൊരു ശാഖയിലെ ലെറ്റർ പേഡ് ഉപയോഗിച്ച് ഒരു പരിപാടി നടത്തുന്നതിൽ ദുരൂഹതയുണ്ട്, അതുകൊണ്ട് അത് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ആ പരിപാടി വെച്ച ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ 2 ദിവസം കാത്തു നിന്നതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുത്തു, ഞങ്ങളുടെ ശാഖയുടെ പേരിൽ ഒരു പരിപാടി ഇരിക്കൂറിൽ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ശാഖാ കമ്മിറ്റി അത് അറിഞ്ഞിട്ടില്ല എന്ന് പരാതി കൊടുത്തു എന്നതാണ് ഇരിക്കൂർ ശാഖാ കമ്മിറ്റി ചെയ്ത തെറ്റ് എന്നാണ് RDO കോടതിയിൽ നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സസ്പെൻഷന് കാരണം എന്ത് എന്നത് നമുക്ക് ഇവിടെ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇവിടെ സഹോദരങ്ങളെ, വാശിയും ദേഷ്യവും വിജയഭേരിയും പരാജയത്തിന്റെ കയ്പും ഒന്നുമല്ല നമ്മുടെ വിഷയം. ഏറ്റവും വലിയ വിജയം പരലോകത്താണ്, ഏറ്റവും വലിയ പരാജയവും പരലോകത്താണ്. അതുകൊണ്ട് ഇവിടെ നടന്ന് കഴിഞ്ഞിട്ടുള്ള സംഭവ വികാസങ്ങളെ ആ നിലക്ക് കാണാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. 26/4/2013 മടവൂർ വിഭാഗത്തിന്റെ ഊഴം കഴിഞ്ഞ് കേരള നദ്വത്തുൽ മുജാഹിദീന് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഊഴം മടവൂർ വിഭാഗത്ത് നമുക്ക് കിട്ടിയപ്പോൾ അവിടെ യൂണിറ്റ് സെക്രട്ടറി ബഹുമാന്യ സുഹൃത്ത് മുജീബുള്ള അൻസാരി സുബ്ഹ് ജമാഅത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി മെഹ്റാബിലേക്ക് കയറി നിന്നപ്പോൾ കേരള നദ്വത്തുൽ മുജാഹിദീൻ നിശ്ചയിച്ച അഡ്ഹോ കമ്മിറ്റിക്ക് വേണ്ടി അവരുടെ ആരുമല്ല, മറിച്ച് മടവൂർ വിഭാഗത്തിന്റെ ജില്ലാ ഭാരവാഹിയാണ് മുജീബുള്ളയെ തടയാൻ മെഹ്റാബിലേക്ക് വന്നത്.
ഇവിടെ ഗൗരവപരമായ വിഷയം, മടവൂർ വിഭാഗവും KNM-ഉം ഊഴം വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പള്ളിയിൽ മടവൂർ വിഭാഗത്തിന്റെ ഊഴം കഴിഞ്ഞ് KNM-ന് കിട്ടിയപ്പോൾ ആ ഊഴം ഉപയോഗപ്പെടുത്തേണ്ടത് ആര് എന്നതാണ് തർക്കം. അവിടെ അഡ്ഹോക് കമ്മിറ്റിക്ക് വേണ്ടി ഹാജരാകുന്നത്, മെഹ്റാബിലേക്ക് കയറി നിന്ന് മുജീബുള്ള അൻസാരിയെ തടയുന്നത് മടവൂർ വിഭാഗത്തിന്റെ ജില്ലാ ഭാരവാഹിയാണ്. അപ്പോൾ തന്നെ എന്തിനായിരുന്നു ഒരു മധ്യസ്ഥ ശ്രമത്തിലൂടെ 2 ഖതീബിനെ ഇത്രയും കാലം നിശ്ചയിച്ചത് എന്ന ചോദ്യം സ്വാഭാവികമായും എല്ലാവരിലും വരും എന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ മിഹ്റാബിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കാരം നടത്തേണ്ടുന്ന മുജീബുള്ള അൻസാരിയെ തടഞ്ഞപ്പോൾ പള്ളിയിൽ 2 ജമാഅത്തുണ്ടായി. പള്ളിയുടെ മുൻഭാഗത്ത് വെച്ച് മുജീബുള്ള അൻസാരി സുബഹ് ജമാഅത്തിന് നേതൃത്വം നൽകി. സ്ത്രീകളുടെ ഭാഗത്ത് പോയി മടവൂർ വിഭാഗത്തിന്റെ അഡ്ഹോക് കമ്മിറ്റിക്ക് വേണ്ടി തടയാൻ വന്ന വ്യക്തിയും ഏതാനും ആളുകളും അവിടെ മറ്റൊരു ജമാഅത്തും നടത്തി. ഔദുബില്ലാ, ഒരു പള്ളിയിൽ 2 ജമാഅത്ത്, ഒന്ന് പുരുഷന്മാരുടെ ഭാഗത്തും മറ്റൊന്ന് സ്ത്രീകളുടെ ഭാഗത്തും. ഇത്തരം അവസ്ഥകൾ തുടരാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്കും ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പല നമ്മുടെ സഹോദരങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വാഹനത്തിൽ സംഘങ്ങളായി പള്ളിയിലേക്ക് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇതൊന്നും പറയാൻ ഒരു വെല്ലുവിളി സ്വരമോ, ഇതൊന്നും പറയാൻ ആരെങ്കിലും പറഞ്ഞ് തോൽപ്പിക്കട്ടെ എന്ന ചിന്തയോ നമുക്കാർക്കുമില്ല. പക്ഷേ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകരെ കൊണ്ടുവന്നത് മിക്കവാറും അവരെ തെറ്റിദ്ധരിപ്പിച്ചാകാൻ സാധ്യതയുണ്ട്. പള്ളി പൂട്ടിപ്പോകുന്ന ഒരവസ്ഥ സംഘർഷമുണ്ടാകുമ്പോൾ സംഭവിക്കാമെന്ന് ചിന്തിക്കാൻ കഴിയാത്തവരല്ല ഇതിന് നേതൃത്വത്തിലുള്ള പലരും എന്ന് നമുക്കറിയാം. പക്ഷേ പള്ളി പൂട്ടിയാലും വേണ്ടിയില്ല എന്ന വാശി ഒരിക്കലും നമുക്ക് ആർക്കും ഉണ്ടാകാൻ പറ്റാത്തതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മിമ്പറിലേക്ക് മുജീബുള്ള അൻസാരി യഥാർത്ഥത്തിൽ കയറേണ്ട അദ്ദേഹം കയറുമ്പോൾ എൻ്റെ സുഹൃത്ത് കൂടിയായ സലീം ഹമദാനി അങ്ങോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും പള്ളിയിൽ സംഘർഷമുണ്ടാകും. അങ്ങനെയാണ് സംഘർഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരാധന ഇവിടെ നടത്തേണ്ടതില്ലെന്ന് പോലീസ് പറയുകയും ജുമുഅ മുടങ്ങുകയും പള്ളി അടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് ഏറ്റവും വിഷമകരമായ കാര്യം, ഈ സംസാരത്തെ വിമർശന ബുദ്ധിയോടുകൂടി കേൾക്കുന്നവരും അറിയേണ്ട ഒരു കാര്യം, ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആ പള്ളി പിടിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പോയവർ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ അവരുടെ നാടുകളിലുള്ള പള്ളികളിൽ പോയി അവർക്ക് സുബഹ് ജമാഅത്ത് കുനൂത്തില്ലാതെ നമസ്കരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പാവപ്പെട്ട ഇരിക്കൂറിലെ മുജാഹിദുകൾ അവർക്ക് കുനൂത്തില്ലാത്ത പള്ളി ഊട്ടിക്കടന്നതിന്റെ വിഷമം കണ്ണീര് കുടിച്ച് നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുകയായിരുന്നു. ഇതൊരു സത്യമല്ലേ? വിമർശന ബുദ്ധിയോടുകൂടി ഇത് കേൾക്കുന്നവരും ആ കാര്യം ചിന്തിക്കേണ്ടതില്ലേ? കൂട്ടപ്രാർത്ഥനയില്ലാത്ത പള്ളി, അതിനാണല്ലോ 1989 മഹാനായ KP മുഹമ്മദ് മൗലവി അവിടെ തൊട്ടടുത്തൊക്കെ സമസ്തക്കാരുടെ പള്ളി ഉണ്ടായിട്ടും അവിടെ ഒരു പള്ളി തുറന്നത്. അപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ല, 2.5 മാസക്കാലം നമ്മുടെ ആളുകൾ സുബഹ് ജമാഅത്തിന് 27 ഇരട്ടി കൂലി വാങ്ങിയ നമ്മുടെ സഹോദരങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കേണ്ടി വന്നു. വെള്ളിയാഴ്ച ഇരിക്കൂറിലെ പള്ളിയിൽ ധാരാളം സ്ത്രീകൾ ഉണ്ടാവാറുണ്ട്. ആ സ്ത്രീകൾ വിഷമിച്ചു. പക്ഷേ അവർ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, നാഥാ റമദാനിന് മുമ്പ് ഇതൊന്നും തുറക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമേ എന്ന്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ സ്വീകരിച്ചു. അപ്പോൾ എന്തിനായിരുന്നു ആ പള്ളി പൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. 10 ജുമഅകൾ മുടങ്ങിയതിന് പടച്ചവനോട് സമാധാനം പറയേണ്ടതില്ലേ? 2.5 മാസക്കാലം മറ്റു ഇബാദത്തുകൾ മുടങ്ങിയതിന്, ബാങ്ക് മുടങ്ങിയതിന്, ഇഖാമത്ത് മുടങ്ങിയതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നമ്മൾ എന്ത് സമാധാനം പറയും? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഗൗരവപരമായ വിഷയമാണ്. ഞാനിത് പറയുന്നത് ഒരിടത്തും ഇത്തരം ഒരു സംഭവവികാസം ഇനി ഉണ്ടാകുവാനേ പാടില്ല. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. RDO കോടതിയുടെ മുമ്പിൽ ഈ വിധി എത്തുന്നതിന് മുമ്പുള്ള വാദങ്ങളിൽ ഏറ്റവും വേദനാജനകമായ സംഭവം, ആരുമായിട്ടാണോ നാം പകുതി പങ്കിട്ടത് ആ മടവൂർ വിഭാഗത്തിന്റെ വക്കീലും നിലവിലുള്ള കമ്മിറ്റി എതിർക്കുന്ന ഡോക്ടർ ബഷീർ സാഹിബ് പ്രതിനിധീകരിക്കുന്ന വിഭാഗത്തിന്റെ വക്കീലും നമുക്കെതിരെ ഒന്നിച്ച് ആലോചിച്ച് നീങ്ങി എന്ന് ആ വക്കീലും മറ്റുള്ളവരും എല്ലാവരും സമ്മതിക്കുന്നു. ഇവിടെ ഉണ്ടായിത്തീർന്നത്, ഈ വിധിയോടുകൂടി ഉണ്ടായിത്തീർന്നത് ഈ പള്ളി തുറന്നു എന്നത് മാത്രമല്ല, അതോടൊപ്പം വളരെ സന്തോഷകരമായ മറ്റൊരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ കേസിലേക്ക് കക്ഷി ചേർന്ന മടവൂർ വിഭാഗം, ആ മടവൂർ വിഭാഗമാണല്ലോ 3 ഖുതുബകൾ നടത്തുന്നത്. ശേഷം നാമും 3 ഖുതുബ കോടതിയുടെ മുമ്പിൽ വ്യക്തമായി നമ്മൾ സമർത്ഥിച്ചു കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട RDO കോടതി വ്യക്തമായി പറഞ്ഞു, മടവൂർ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം no question of possession arises about C party. ഇത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സി പാർട്ടി അഥവാ മടവൂർ വിഭാഗത്തിന്റെ അങ്ങനെ ഒരു ആവശ്യം തന്നെ, ഒരു ചോദ്യം തന്നെ ഉയരുന്നില്ല. അതുകൊണ്ട് മടവൂർ വിഭാഗത്തിന് ഇതിൽ യാതൊരു റൈറ്റുമില്ല. അപ്പോൾ പള്ളി പൂട്ടി തുറന്നപ്പോൾ ഹദീസ് നിഷേധ പ്രചാരണം നടത്തുന്നവർക്ക് മിമ്പർ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാഹ്. യഥാർത്ഥത്തിൽ പള്ളി പൂട്ടിക്കുന്നതിനു വേണ്ടി തെറ്റിദ്ധരിച്ചോ അല്ലാതെയോ വന്നുപോയവർ ഇപ്പോൾ മനസ്സിന്റെ ഉള്ളിൽ കരയുന്നുണ്ട് എന്നറിയാം. കാരണം കരയാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. 2.5 മാസത്തിന്റെ കണക്ക് റബ്ബിന്റെ മുമ്പിൽ നാം പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം 2002 ആഗസ്റ്റ് 23-ാം തീയതി ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവിയെ പ്രതിനിധീകരിക്കുന്ന രൂപത്തിൽ ശബാബ് എഴുതിയത് മൻഹജ് വാദം പിശാച് സേവയിലേക്ക് കൂപ്പുകുത്തുന്നതിന് നാം മാപ്പുസാക്ഷികളായി എന്നാണ്. നമ്മെക്കുറിച്ച് പിശാചിനെ സേവിക്കുന്നവർ, പിശാചിനെ ആരാധിക്കുന്നവർ, പിശാചിനെ പൂജിക്കുന്നവർ എന്ന് 10 വർഷങ്ങൾക്ക് മുമ്പ് മടവൂർ വിഭാഗം ശബാബിൽ എഴുതിയിട്ടുണ്ട്. 2007 ഏപ്രിൽ മാസത്തിൽ അബ്ദുസ്സലാം സുല്ലമി ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ മൗലവി എന്ന പദം കടമെടുത്തുകൊണ്ട് കാന്തപുരം വിഭാഗത്തിന്റെ സെൻസിങ്ങിന് കൊടുത്ത അഭിമുഖം അവർ കളർ പേജായി കൊടുത്തത് മൗലവി വിഭാഗം മുശ്രിക്കുകൾ എന്നാണ്. ഇവരോട് 10 വർഷമായി നമ്മൾ ആദർശ യുദ്ധത്തിലായിരുന്നു. ഈ സഹോദരങ്ങൾ 2012 നമ്മൾ മനസ്സിലാക്കണം, 2002 എന്നത് എന്നോട് 2012 ആയിപ്പോയതല്ല. 2012 ഒക്ടോബർ 19-ാം തീയതി ശബാബിന്റെ 17-ാമത്തെ പേജിൽ മടവൂർ വിഭാഗം സുഹൃത്തുക്കൾ എഴുതിയത് AP വിഭാഗം ജിന്നുകളെയും മലക്കുകളെയും വിളിച്ചു തേടാമെന്നുള്ള നൂതന വാദം അവതരിപ്പിക്കുകയും
അത് ഖുറാഫാത്തിന് വളമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ എന്നാണ്. ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുന്ന, രോഗം കൊണ്ട് അല്പം പ്രയാസപ്പെടുന്ന അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ, AP അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് 2002 പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ വായിച്ചു. ഇവിടെ 2012 ഒക്ടോബർ 19 ശബാബ് എഴുതുന്നത് AP വിഭാഗം ജിന്നുകളെയും മലക്കുകളെയും വിളിച്ചു തേടാമെന്നുള്ള നൂതനവാദം അവതരിപ്പിക്കുകയും അത് ഖുറാഫാത്തിന് വളമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ എന്നാണ്. അപ്പോൾ 2012 പോലും മുജാഹിദുകളെ കുറിച്ച്, KNM പ്രവർത്തകരെ കുറിച്ചും നേതാക്കന്മാരെ കുറിച്ചും അവർ ശിർക്ക് ചെയ്യുന്നവരാണ് എന്നാണ് മടവൂർ വിഭാഗം പറഞ്ഞിട്ടുള്ളത്. അവരിത് പറയാൻ കാരണം അവർ കൊണ്ടുവന്ന ഹദീസ് നിഷേധങ്ങളെ മറച്ചുവെക്കാനായിരുന്നു എന്ന് കഴിഞ്ഞ 10 കൊല്ലമായി നാം അവരോട് പറയുകയായിരുന്നു. ആ മടവൂർ വിഭാഗം അവർക്ക് ഇരിക്കൂറിൽ കിട്ടിയ 3 ചാൻസിൽ, സഹോദരങ്ങളെ അറിയണം, കേരള ജംഇയ്യത്തുൽ ഉലമ 28/10/2011 നിലമ്പൂരിൽ വെച്ച് ചാരനാണ് എന്ന് പ്രഖ്യാപിച്ച KKP അബ്ദുള്ള പോലും മടവൂർ വിഭാഗമാകുന്ന തറവാട്ടിൽ എത്തിച്ചേർന്നപ്പോൾ ഇരിക്കൂറിലെ പള്ളി മിമ്പറിൽ വന്ന് മുജാഹിദുകൾക്കെതിരെ ശിർക്ക് ആരോപിച്ചപ്പോൾ പലരും പ്രാർത്ഥിച്ചു പോയി, റബ്ബേ, KP മുഹമ്മദ് മൗലവി ഈ മിമ്പർ തുടങ്ങി വെച്ചത് ഇതിനു വേണ്ടിയല്ലല്ലോ എന്ന്. സദസ്സിലിരുന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് തേടിയ തേട്ടം വമ്പിച്ച പരീക്ഷണങ്ങൾക്ക് ശേഷമാണെങ്കിലും, RDOയുടെ വിധി പ്രകാരമാണെങ്കിലും, ഇപ്പോൾ KKP തറവാട്ടിൽ തിരിച്ചെത്തിയ ആ മടവൂർ വിഭാഗത്തിന്റെ മുഴുവൻ ചാൻസും ഈ കോടതി വിധിയിലൂടെ ഇല്ലാതായിരിക്കുകയാണ്. സഹോദരങ്ങളെ, മടവൂർ വിഭാഗത്തോടും നമുക്ക് വിദ്വേഷമില്ല, ദേഷ്യമില്ല, അവരോടും നമുക്ക് ഗുണകാംക്ഷയാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ ഈ കോടതി വിധി വന്നതോടുകൂടി ഏറ്റവും വലിയ പ്രഹരം ഏറ്റത് അവർക്കാണ്. യഥാർത്ഥത്തിൽ മുജീബുള്ള അൻസാരിയോടൊപ്പം പള്ളി പൂട്ടിക്കാൻ വന്നവരും അത് ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ചുകൊണ്ട് ആ അർത്ഥത്തിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. അവർ അങ്ങനെ ചിന്തിക്കുമെന്ന് നമുക്ക് കരുതാം, കാരണം പരലോകമാണല്ലോ വലുത്. മടവൂർ വിഭാഗത്തിന് ഈ പള്ളി വിലക്കിക്കൊണ്ട് ഇതിന്റെ പൊസഷനിൽ അവർക്ക് യാതൊരു പങ്കുമില്ലെന്ന് കോടതി പറയുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. വിശ്വാസ കാര്യങ്ങൾ സ്ഥിരപ്പെട്ട് അംഗീകരിക്കണമെങ്കിൽ ഖുർആനിലോ മുതവാത്തിറായ ഹദീസിലോ വരണം എന്ന് 2009 ആഗസ്റ്റ് 28 ശബാബ് എഴുതി. പെട്ടെന്ന് കേട്ടാൽ വല്ല അപകടവും തോന്നുമോ? അതെന്താ എന്ന് തോന്നും. വിശ്വാസ കാര്യങ്ങൾ സ്ഥിരപ്പെട്ട് അംഗീകരിക്കണമെങ്കിൽ ഖുർആനിലോ മുതവാത്തിറായ ഹദീസിലോ വരണം. ഹദീസുകളിൽ വളരെ ചുരുക്കം ഹദീസുകൾ മാത്രമാണ് മുതവാത്തിറായുള്ളത്. ബാക്കി മഹാഭൂരിപക്ഷം വരുന്ന സ്വഹീഹായ ഹദീസുകൾ, ഈ ഹദീസുകൾ വിശ്വാസ കാര്യങ്ങൾക്ക് തെളിവല്ല എന്ന് ശബാബ് എഴുതുമ്പോൾ ഖബറിലെ ചോദ്യം, ഹൗലുൽ കൗസർ, വിചാരണയുടെ വിശദാംശങ്ങൾ, സിറാത്തു പാലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി മുഅ്ജിസത്തുകൾ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളിലുള്ള സ്വഹീഹായ ഹദീസുകൾ സ്വീകാര്യമല്ല എന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നത്. ആ കാര്യം മടവൂർ വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണങ്ങളിലും ഹദീസ് പരിഭാഷകളിലും വന്നു കഴിഞ്ഞു എന്നത് നാം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. സംസം വെള്ളത്തിന് രോഗശമനമുണ്ടെന്ന് പറയുന്ന ഹദീസുകൾ ദുർബലമാണ് എന്ന് ഇരിക്കൂറിലെ പള്ളി മിമ്പറിൽ നിന്ന് പറയുന്നതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിച്ചിരിക്കുന്നു. ഇതാ മാസപ്പിറവി നാളെയും മറ്റന്നാളുമായി ചർച്ച ചെയ്യാൻ പോവുകയാണ്. അബ്ദുസ്സലാം സുല്ലമിയും കോയക്കുട്ടി
ഫാറൂഖിയും ബഷീർ പട്ടേൽ തായവും മൻസൂർ അലി ചമ്മാടും തുടങ്ങി മടവൂർ വിഭാഗത്തിലെ ഒരു ഗ്രൂപ്പ് കഴിഞ്ഞ 10 വർഷങ്ങളായി പല നോമ്പുകളും പെരുന്നാളുകളും അറഫ നോമ്പുമൊക്കെ ഹുസൈൻ മടവൂരും ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും ആഘോഷിക്കുന്ന നോൽക്കുന്ന ദിവസമല്ല പല വർഷവും ഇവർ നോറ്റിട്ടുള്ളത്. കാരണം എന്താ? ഹദീസ് നിഷേധം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സൂമൂ ലിറുയതിഹി എന്നാണ്. മാസം നോക്കണം, കാണണം. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് എന്താ പറയുന്നത്? മേഘം മൂടിയാൽ ഫഅക്മിലുൽ ഇദ്ദ, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കണം. അപ്പോൾ ആകാശത്ത് കണക്കനുസരിച്ച് ചന്ദ്രൻ ഉണ്ടെങ്കിലും, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആകാശത്ത് ചന്ദ്രൻ ഉണ്ടെങ്കിലും നോമ്പാകാൻ പറ്റില്ല, പെരുന്നാളാക്കാനും പറ്റില്ല. മേഘം മൂടിപ്പോയാൽ മാസം പൂർത്തിയാക്കണം. ഈ ഹദീസ് നിഷേധിച്ചപ്പോൾ നോമ്പാകുന്ന ഇബാദത്തിന്റെ ദിവസം മാറി. ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ, അതിൽ രണ്ടാമത്തെ കണ്ടീഷൻ, അതിനു വേണ്ടി അതിൻ്റെതായ പ്രവർത്തനം നടത്തണം. അപ്പോൾ ഇബാദത്തിന്റെ ദിവസം തന്നെ മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് മടവൂർ വിഭാഗത്തിന്റെ ഉള്ളിൽ രൂപപ്പെട്ട മറ്റൊരു ഗ്രൂപ്പ് എത്തിച്ചേർന്നു. അബ്ദുസ്സലാം സുല്ലമിയാണ് 3 ആഴ്ചകൾ മടവൂർ വിഭാഗത്തിന് നിശ്ചയിച്ചതിൽ ഏതെങ്കിലും ഒരാഴ്ച അബ്ദുസ്സലാം സുല്ലമിയോ പട്ടേൽ തായമോ അതുപോലെയുള്ള അവരുടെ മടവൂർ വിഭാഗത്തിലെ ഉള്ളിലെ ഗ്രൂപ്പിൽപ്പെട്ട അവരാണ് വരുന്നതെങ്കിൽ KP മുഹമ്മദ് മൗലവി ഹിലാൽ കമ്മിറ്റി ചെയർമാനായിരുന്നു. കാഴ്ചയും കണക്കും ബന്ധിപ്പിച്ചാണ് അദ്ദേഹം അത് നടത്തിയത്. ഇപ്പോഴും തുടർന്നു വരാൻ അദ്ദേഹം അന്ന് ആഗ്രഹിച്ചതും നടന്നു വരുന്നതും. ഇതിനെതിരെ അബ്ദുസ്സലാം സുല്ലമി അതേപോലെയുള്ള ആളുകൾ ഇരിക്കൂറിലെ മിമ്പർ ഉപയോഗിക്കുന്നതിൽ നിന്നും അൽഹംദുലില്ലാഹ് RDO കോടതി വിധിയോടുകൂടി മടവൂർ വിഭാഗം ഔട്ട്, അവർ പുറത്തായിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇവിടെ സാന്ദർഭികമായി നമുക്കൊരു കാര്യം ചർച്ച ചെയ്യാനുണ്ട്. ഐക്യത്തിന്റെ വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഐക്യം എന്നത് സത്യവിശ്വാസികൾ ആഗ്രഹിക്കേണ്ട കാര്യമാണ്. എല്ലാവരും ഐക്യപ്പെടണം. ദീനിയായ ഐക്യമാകുമ്പോഴോ ആ ഐക്യം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം, ആദർശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോൾ മടവൂർ വിഭാഗവും കേരള നദ്വത്തുൽ മുജാഹിദീൻ അതാര് എന്നത് നിശ്ചയിക്കേണ്ട കാര്യമാണ്, കോടതിയിൽ ഉള്ള കാര്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായും ആദർശപരമായിട്ടാണ് ഐക്യം ഉണ്ടാകേണ്ടത് എന്നതുകൊണ്ട് തന്നെ മധ്യസ്ഥം വഹിക്കുന്ന ആളുകൾ, മാന്യന്മാരായ ആളുകൾ, സമുദായ നേതാക്കൾ, അവർ കാര്യങ്ങൾ ഒന്നിച്ച് ശക്തമായി മുന്നോട്ട് പോകണം, സമുദായത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന അവരുടെ ആത്മാർത്ഥതയെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും മുമ്പ് പറഞ്ഞതുപോലെ അവർ പറയും, മതപരമായ വിഷയങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്ത് തീർക്കണം. അപ്പോൾ KNM-മായി ചർച്ച ചെയ്യാൻ മടവൂർ വിഭാഗം വരുന്നതിന് മുമ്പ് അവിടെ ഒരു ചർച്ച നടക്കേണ്ടി വരും. കാരണം എന്താ? മടവൂർ വിഭാഗത്തിന്റെ ഉള്ളിൽ 2 പെരുന്നാളാണിപ്പോൾ. മടവൂർ വിഭാഗത്തിന്റെ ഉള്ളിൽ 2 നോമ്പാണിപ്പോൾ പല മാസങ്ങളിലും. അപ്പോൾ ആദ്യം മടവൂർ വിഭാഗത്തിലെ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള യുദ്ധം ആദ്യം നടക്കണം. സ്വാഭാവികമായും ജിന്ന് സിഹർ വിഷയങ്ങൾ വീണ്ടും ചർച്ചക്ക് വരും. അപ്പോൾ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി പ്രബന്ധം അവതരിപ്പിക്കേണ്ടി വരും, അബ്ദുസ്സലാം സുല്ലമിയും പ്രബന്ധം അവതരിപ്പിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം അതിന്റെ ഉള്ളിൽ തന്നെ പണ്ഡിത ചർച്ച നടന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഞങ്ങൾ ഇതാ ഇത്തരം വിഷയങ്ങൾ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് KNM-മായി ചർച്ച നടക്കേണ്ടത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആദർശപരമായ വിഷയങ്ങൾ മടവൂർ വിഭാഗം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പള്ളിക്ക് മുകളിൽ മെമ്പർ ഉപയോഗിച്ച് പറയുന്നതിൽ നിന്നും നാം രക്ഷപ്പെട്ടു. മാത്രമല്ല സ്വാഭാവികമായും ചെറിയമുണ്ടവും ഹുസൈൻ മടവൂരും പ്രതിദാനം ചെയ്യുന്ന ആളുകൾ അബ്ദുസ്സലാം സുല്ലമിയോടും ചെറിയമുണ്ടം അതേപോലെ തന്നെ പിന്നെ ആ ഭാഗത്തുള്ള അലിമദനി മൊറയൂരിനെ പോലെയുള്ള ആളുകളോടും ഒരുപക്ഷെ ഇങ്ങനെ പറയും,
നമ്മൾ നാട്ടിലൊന്നാകെ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ പോയി പ്രസംഗിച്ചത് സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്നാണല്ലോ. സിഹറുമായി ബന്ധപ്പെട്ട ഹദീസ് ഖുർആനിനെതിരാണത്, സ്വീകരിക്കാൻ പറ്റില്ല എന്നാണല്ലോ. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും കേന്നമുമായി ഐക്യത്തിന് വരുന്നതിന് മുമ്പ് മടവൂർ വിഭാഗത്തിലെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടി അവർ ഒരുമിച്ചിരിക്കുമ്പോൾ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയോ ഹുസൈൻ മടവൂർ ഒരുപക്ഷെ പറയും, കേന്നമുമായി നമ്മൾ പിണങ്ങിയ സന്ദർഭത്തിൽ നാം ഗൾഫിലേക്ക് അയച്ച കത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? AP അബ്ദുൽ ഖാദർ മൗലവിയും കൂട്ടരും ഇൻകാറുഹും ബിഹഖീഖത്തി സിഹ്രി ഇന്ന ശൈഖ അബ്ദുൽ ഖാദർ സൈനുദ്ദീൻ വമശായിഖ ഹിസ്ബിഹി യദ്ദഊന അന്നഹും ഫിൽ മൻഹജി സലഫി വലാകിന്നഹും യത്തബിഊന അഖലാനിയത മിസ്രി ഔ അഖലാനിയത അൽ മുഅ്തസില വമിൻഹാ ഇൻകാറുഹും ബിഹഖീഖത്തി സിഹ്രി. ചെറിയമുണ്ടവും അതേപോലെ തന്നെ ഹുസൈൻ മടവൂരും അടങ്ങുന്ന ആളുകൾ കേന്നമുമായി ഐക്യ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് അതിന്റെ മടവൂർ വിഭാഗത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ചർച്ചയിൽ പറയും, നമ്മൾ ഗൾഫിലേക്ക് എഴുതിയത് AP അബ്ദുൽ ഖാദർ മൗലവിയും കൂട്ടരും അകലാനികളാണ്, കാരണം അവർ സിഹറിനെ അംഗീകരിക്കുന്നില്ല എന്നാണല്ലോ. യഥാർത്ഥത്തിൽ AP അബ്ദുൽ ഖാദർ മൗലവി സിഹറിനെ അംഗീകരിക്കുന്ന ആളല്ലേ? അപ്പോൾ നമ്മൾ സിഹറിനെ അംഗീകരിക്കുന്നവരാണെന്ന് ഗൾഫിലേക്ക് പോലും നമ്മൾ എഴുതിയതല്ലേ എന്ന് അബ്ദുസ്സലാം സുലമിയോട് ചോദിക്കുമ്പോൾ അബ്ദുസ്സലാം സുലമി എന്തു പറയും? സ്വാഭാവികമായ ഒരു ബഹളം അതിന്റെ ഉള്ളിൽ ഉണ്ടായാൽ ആ ബഹളമൊക്കെ തീർത്തിട്ടല്ലേ കേനമുമായി ചർച്ചയ്ക്ക് വരാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെയും നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും പടച്ചവനെ ഐക്യം നടക്കണം എന്നാണ്. ആ ഐക്യം ആദ്യം മടവൂർ വിഭാഗത്തിന്റെ ഉള്ളിൽ നടക്കണം. ഇനി പുറത്ത് KNM-ന്റെ ഉള്ളിൽ വന്നാൽ അവിടെയും നമുക്ക് പല തരത്തിലുള്ള ആശയപരമായ പ്രശ്നങ്ങൾ കാണാം. അത് നമുക്ക് അങ്ങോട്ട് സാന്ദർഭികമായി അവിടെ പറയാം. അതേപോലെ മടവൂർ വിഭാഗത്തിന്റെ ഉള്ളിലുള്ള മറ്റൊരു പ്രശ്നം, അവർ പറയുന്നത് ജിന്നുബാധ എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ് എന്നാണ്. 2012 ഒക്ടോബർ 19 ശബാബിന്റെ അവസാനത്തെ പേജിൽ കളർ ന്യൂസായി വന്ന ഭാഗത്ത് കാണാം, സിഹറുബാധ, ജിന്നുബാധ തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്ന് കരിമ്പിലാക്കലിന്റെ സുഹൃത്ത് പ്രസംഗിച്ചു എന്ന്. ഇത് ഒരു ഭാഗത്ത് ശബാബിൽ നിൽക്കുമ്പോൾ മറുഭാഗത്ത് ചെറിയമുണ്ടവും അതേപോലെ തന്നെ ഹുസൈൻ മടവൂർ അടക്കമുള്ള ആളുകൾ പറയും, അതെങ്ങനെയാ നമ്മൾ അങ്ങനെ പറയുക? നാം ഗൾഫിലേക്ക് സംഘടനാ പ്രശ്നമുണ്ടായ സന്ദർഭത്തിൽ 2002 അയച്ച കത്തിൽ നമ്മൾ പറഞ്ഞത്, AP അബ്ദുൽ ഖാദർ മൗലവി പ്രതിദാനം ചെയ്യുന്ന KNM-നെ കുറിച്ച് പറഞ്ഞത് ഇൻകാറുഹും ദുഖൂലൽ ജിന്നിയ്യി ഫിൽ ഇൻസിയ്യി. AP അബ്ദുൽ ഖാദർ മൗലവിയും കൂട്ടരും നിഷേധിക്കുന്നു. എന്താണ് നിഷേധിക്കുന്നത്? ദുഖൂലൽ ജിന്നിയ്യി ഫിൽ ഇൻസിയ്യി, ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് AP-യും കൂട്ടരും നിഷേധിക്കുന്നു. ഞങ്ങളാകട്ടെ മടവൂർ വിഭാഗമാട്ടെ അതിനെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കാണ് സഹായങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങളുമായുമാണ് ബന്ധപ്പെടേണ്ടത് എന്ന് നമ്മൾ ഒന്നിച്ച് കത്തെഴുതിയതല്ലേ എന്ന് മടവൂർ വിഭാഗത്തിലെ ഈ ഖുർആനിനെയും ഹദീസിനെയും ഇത്തരം വിഷയങ്ങളിൽ അംഗീകരിക്കുന്ന ആളുകൾ അംഗീകരിക്കാത്തവരുമായി ആദ്യം ഒരു വാദപ്രതിവാദം നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം നിഷേധങ്ങൾ ഇരിക്കൂർ മിമ്പറിന്റെ മുകളിൽ നിന്നും പറയുന്നത് ഒഴിവാഴി എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഈ വിധിയിലൂടെ ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കോടതി അവരോട് ഗെറ്റ് ഔട്ട് എന്നാണ് പറഞ്ഞത്. ഇതിൽ പള്ളി പൂട്ടിക്കാൻ വന്ന ഇപ്പോൾ സ്വാഭാവികമായും ഒരു വിഷമത്തിലിരിക്കുന്ന സഹോദരങ്ങളെ വിഷമിക്കേണ്ടതില്ല. പള്ളി നമുക്കാണ് കിട്ടിയത്, മുജാഹിദുകൾക്കാണ് കിട്ടിയത്. ഇരിക്കൂറിൽ ഏതെങ്കിലും ഒരു ഖുതുബയിൽ മുജീബുല്ല അൻസാരിയോ അതുപോലുള്ള ആരെങ്കിലും ഇപ്പോൾ വിവാദത്തിലുള്ള വിഷയങ്ങളിൽ ജിന്നെ കാക്കണേ മലക്കെ കാക്കണേ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു ചർച്ച നാട്ടിൽ നടക്കുന്നുണ്ട്. ജിന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ ശിർക്കാണ്, മലക്കെ കാക്കണേ എന്ന് വിളിച്ചാൽ ശിർക്കാണ് എന്ന് നമ്മുടെ മുജീബുല്ല അൻസാരി അടക്കം പ്രസംഗിച്ചപ്പോൾ അന്ന് നാട്ടിൽ ചർച്ചയായി. എന്താ ഈ കുട്ടികളെ പറ്റി പറയുന്നത്? ആ കുട്ടിയല്ലേ, നമ്മുടെ നാട്ടിലെ ഈ കുട്ടിയല്ലേ വളരെ കൃത്യമായി ഖുതുബ പറഞ്ഞത് എന്ന് നാട്ടിൽ ചർച്ച നടന്നതാണല്ലോ. അപ്പോൾ കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞതാണ് ശരി. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ഈ അടുത്ത് 2011 അവസാനം ഇറക്കിയിട്ടുള്ള
പുസ്തകം, ആ പുസ്തകത്തിലെ തകരാറുകൾ സംബന്ധിച്ച് 3 കത്തുകൾ ജംഇയ്യത്തുൽ ഉലമയുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. പക്ഷെ ആ കത്തിൽ തകരാറില്ലാത്ത കുറെ ഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഭാഗമാണ് പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 275-ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ജിന്നുബാധ ഉണ്ടാകും, അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, കേവല ബുദ്ധി കൊണ്ട് അതിനെ നിഷേധിക്കരുത് എന്ന് ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പഠിപ്പിച്ച ഈ കാര്യത്തിന് എതിരെയാണ് യഥാർത്ഥത്തിൽ മടവൂർ വിഭാഗം നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് ശരിയായ നിലപാട്. ആ നിലപാട് അന്ധവിശ്വാസമാണ് എന്നതാണോ ശരി? അന്ധവിശ്വാസമാണ് എന്നാണ് KKP അബ്ദുള്ള, നമ്മൾ ചാരനായി പ്രഖ്യാപിച്ച വ്യക്തി, തറവാട്ടിലെത്തി ആ തറവാടിന്റെ കെയർ ഓഫിൽ ഇരിക്കൂറിന്റെ മിമ്പറിന്റെ മുകളിൽ കയറി മുജാഹിദുകളുടെ മുഖത്തു നോക്കി ഖുർആൻ നിഷേധം പറഞ്ഞു. എന്താ പറഞ്ഞത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, മൈക്ക് ഒന്ന് കട്ടായി പോയി. നാം പറഞ്ഞുകൊണ്ടുവന്നത് ഇങ്ങനെ വിമർശകരുടെ കൈവച്ച് ചോദിക്കുക, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പല പേരിൽ ഇപ്പോൾ പുറത്തു നിർത്തപ്പെട്ട ആളുകൾ ജിന്നുകളോട് തേടുന്നവരാണോ, മലക്കുകളോട് തേടുന്നവരാണോ? അല്ല എന്ന് മാത്രമല്ല, അവരാണ് ഏറ്റവും കൂടുതൽ പലപ്പോഴും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് നിരന്തരമായി ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ KJUവിന്റെ ഈ തീരുമാനം ജിന്നുകളെയും മലക്കുകളെയും വിളിച്ചു തേടുന്നവരാണ് മുജാഹിദുകൾ എന്നത് ആരോപണമാണ് എന്നത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും പറയേണ്ടി വരും. ഇവിടെ നമ്മളൊരു കാര്യവും കൂടി ചിന്തിക്കുക. ഹുസൈൻ മടവൂർ സാഹിബ് ഹറമിലെത്തി ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു വിളിയാളമുണ്ടായതായി ഞാൻ മനസ്സിലാക്കുന്നു. അഹമ്മദ് അലി മദനി മരണപ്പെട്ട വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയ കുറിപ്പിന്റെ പ്രധാനമായ ഒരു മർമ്മം എന്താണ്? അദ്ദേഹം പറഞ്ഞു, തൗഹീദിൽ ആർക്കും ഒരു കുറവും പറ്റിയിട്ടില്ല. ആത്മാർത്ഥമാണെങ്കിൽ അദ്ദേഹത്തിന്റെ വേദന അദ്ദേഹം പങ്കുവച്ചതാണ്. തന്റെ പേരിൽ രൂപപ്പെട്ട ഒരു ഗ്രൂപ്പ് തന്റെ നേതൃത്വത്തിൽ 2002 ഇറങ്ങിപ്പോന്ന് 10 വർഷക്കാലം തന്റെ അനുയായികൾ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ മുഖത്തു നോക്കി ജിന്നിനോട് തേടുന്നവർ ജിന്നൂരികൾ എന്നൊക്കെ പറഞ്ഞു പരിഹസിച്ചു. അത് തെറ്റായിരുന്നു. തൗഹീദിൽ ആർക്കും ഒരു കുറവും വന്നിട്ടില്ല. അഥവാ 2002 ആഗസ്റ്റ് 23-ന് പിശാച് സേവ നടത്തുന്നവർ എന്ന് എഴുതിയത് തെറ്റായിരുന്നു. 2012 ഒക്ടോബർ 19-ന് AP അബ്ദുൽ ഖാദർ മൗലവിയും കൂട്ടരും ജിന്നുകളോട് വിളിച്ചു തേടാമെന്ന വാദം പറയുന്നു എന്ന് തെറ്റായിരുന്നു എന്ന് 10 കൊല്ലങ്ങൾക്ക് ശേഷം പറയുമ്പോ മടവൂർ സാഹിബ് ഇവിടെ ജ്യേഷ്ഠനും അനിയനും തെറ്റിക്കഴിഞ്ഞു. ഉപ്പയും മകനും മിണ്ടാതായി, പുതിയാപ്പിളയും അമ്മോശനും മിണ്ടാതായി, കുടുംബങ്ങളിൽ പ്രശ്നമായി, പല സ്ഥലത്തും 2 പള്ളിയായി, പള്ളികളിൽ ബഹളമായി, പല പള്ളികളും പൂട്ടേണ്ട അവസ്ഥ വന്നു, ലക്ഷക്കണക്കിന് രൂപ കോടതിയിൽ കൊടുത്തു. ഇപ്പൊ നിങ്ങൾ പറയുന്നു തൗഹീദിൽ ആർക്കും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്ന് ചെറിയ മുന്നം പറഞ്ഞത് ശരിയാണ് എന്ന്. അപ്പൊ സഹോദരങ്ങളെ, ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം വരുന്ന പ്രവർത്തകരെയും പ്രഭാഷകരെയും മാറ്റി നിർത്തുന്ന ആളുകൾ നാളെ പിറ്റേന്ന് ഹറമിൽ ബഹുമാന്യനായ TPO APO എത്തിയിട്ട് അവിടുന്ന് ഇങ്ങനെ തോന്നുമ്പോഴേക്കും ഒരുപക്ഷേ നമുക്കിടയിലും പലരും തെറ്റിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഹാജരാകും, വിചാരണക്ക് വിധേയമാകുമെന്ന വ്യക്തമായ ബോധ്യത്തോടുകൂടി ഹഖ് തുറന്നു പറയുവാനും ദേഷ്യവും വാശിയും മാറ്റി നിർത്തി സ്നേഹവും ഐക്യവും ഉണ്ടാകുന്നത്
വേണ്ടി ശക്തമായി ആഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ ഓർത്തുപോവുകയാണ്, ഈ വിഷയങ്ങളെപ്പറ്റി കൃത്യമായ ബോധ്യമില്ലാത്ത ചില സഹോദരങ്ങൾ പറഞ്ഞു, മഗ്‌രിബിന്റെ സമയത്ത് വാതിലടക്കണം, കുട്ടികളെ പുറത്ത് വിടരുത് എന്ന അന്ധവിശ്വാസമൊക്കെ ചിലർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി പള്ളിയുടെ മുമ്പിൽ വെച്ച് വയനാട്ടുകാരനായ ഒരു സഹോദരൻ മിമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യം പറഞ്ഞു. ആലോചിച്ച് നോക്കണം, എന്തിനാണ് സലഫി മിമ്പർ രൂപപ്പെട്ടത്? എന്നാൽ സഹോദരങ്ങളെ, ആ വിഷയത്തിൽ ഇപ്പോഴും പഠിക്കാൻ അവസരം കിട്ടാത്തവർക്ക് ലളിതമായൊരു മാർഗം പറഞ്ഞു തരാം. വർഷങ്ങളായി മുജാഹിദ് ലൈബ്രറികളിൽ, മുജാഹിദ് പള്ളികളിൽ, മുജാഹിദ് വീടുകളിൽ മുഹമ്മദ് അമാനി മൗലവി ക്രോഡീകരിച്ചിട്ടുള്ള ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകമുണ്ട്. ആ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ വളരെ വിവിധ വിഷയങ്ങൾ എന്ന വേഷഭൂഷണങ്ങൾ എന്ന് പറയുന്ന ആ അധ്യായത്തിന്റെ കീഴിൽ നമുക്ക് കാണാം ബുഖാരി ഹദീസ് കൊടുത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പാത്രങ്ങൾ മൂടിവെക്കുക, വെള്ളത്തൊട്ടികൾ കെട്ടിവെക്കുക, വാതിലുകൾ അടക്കുകയും ചെയ്യുക. സന്ധ്യാസമയത്ത് ശിശുക്കളെ പുറത്തു വിടരുത്, കാരണം ആ നേരത്ത് ജിന്നുകൾക്ക് ഒരു വിഹാരവും റാഞ്ചലും ഉണ്ട്. അപ്രകാരം തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ വിളക്കുകൾ കെടുത്തി വെക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹദീസ് തുടരുകയാണ്. സഹോദരങ്ങളെ, 2012 ആരെങ്കിലും പുതുതായി പറഞ്ഞൊരു കാര്യമല്ല ഇത്, അന്ധവിശ്വാസമല്ല, വിശ്വാസമാണ്. പക്ഷെ ഈ കാര്യം അന്ധവിശ്വാസമാണെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ധവിശ്വാസിയാണെന്നാണ് സഹോദരൻ അറിയാതെ പറഞ്ഞു പോയത് എന്നത് ഗൗരവപൂർവ്വം മനസ്സിലാക്കുക. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇരിക്കൂർ പള്ളി വിശ്വാസികൾക്ക് ഇന്നലെ തുറന്നു കിട്ടിയിരിക്കുന്നു. അസർ നമസ്കാരത്തോടുകൂടി വിവിധ ഗ്രൂപ്പുകളിട്ട മുഴുവൻ പൂട്ടുകളും പോലീസിന്റെ അനുമതിയോടുകൂടി തച്ചു പൊളിച്ച് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ആ പ്രകാശത്തിന്റെ ഹിദായത്തിന്റെ പ്രകാശം പരത്താനുള്ള പള്ളി മടവൂർ വിഭാഗത്തെ പൂർണ്ണമായും ഔട്ടാക്കിക്കൊണ്ട് അവിടെ തുറന്നിരിക്കുന്നു. അൽഹംദുലില്ലാ. ഈ സന്ദർഭത്തിൽ വിഷമത്തോടുകൂടി പ്രയാസത്തോടുകൂടി പറയാനുള്ളത്, ഒന്നിച്ച് പോയവർ, ഒന്നിച്ച് തോളിൽ കൈവച്ചവർ, ഒന്നിച്ച് നമസ്കരിച്ചവർ, പരസ്പരം പോരടിക്കാനും പള്ളി പൂട്ടുന്നതിന് കാരണമായ യാത്രയും അങ്ങനെ വന്നിട്ട് ആ വെള്ളിയാഴ്ച ജുമുഅ പോലും കിട്ടാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയും ഉണ്ടായ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കണം. നാഥാ, ഞങ്ങളുടെ ആ പോക്ക് പള്ളി പൂട്ടാൻ കാരണമായിട്ടുണ്ട്, പുറത്തു തരേണമേ എന്ന് നമ്മൾ ഓരോരുത്തരും, നമ്മുടെ തെറ്റിദ്ധരിച്ചു പോയ സഹോദരങ്ങൾ, അതിന് നേതൃത്വം കൊടുത്തവർ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. ഒരിക്കലും ഇത്തരമൊരു സംഭവം നമ്മുടെ സംസ്ഥാനത്ത് ഒരിടത്തും ഉണ്ടാകരുത്. ബഹുമാന്യനായ ഹുസൈൻ സലഫി തിരൂരിൽ വെച്ച് നടന്ന സംസാരത്തിൽ പറഞ്ഞു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആരാണോ ഇപ്പോൾ പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നവർ അവർ തന്നെ തുടർന്ന് പോകട്ടെ, ആരെയും കയറ്റാനും ഇറക്കാനും നമ്മൾ പോകണ്ട എന്ന് പറഞ്ഞത് എന്തിനാണ്? കുഴപ്പമുണ്ടാക്കരുത് എന്നല്ല. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പത്തെ ആഗ്രഹിക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഗൗരവപൂർവം ചിന്തിക്കുക. ഈ ആദർശത്തെ സംരക്ഷിക്കേണ്ടവരാണ് നമ്മൾ. അല്ലാഹു അല്ലാത്ത ഒരാളോടും, ചിന്നാകട്ടെ മലക്കാകട്ടെ മഹാത്മാക്കളാകട്ടെ കല്ലാകട്ടെ മുള്ളാകട്ടെ, ഒന്നിനോടും പ്രാർത്ഥിക്കുവാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ ആ സഹായം തേടി, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ ഇസ്തിഗാസ മറ്റാരോട് നടത്തിയാലും, ജിന്നിനോടാകട്ടെ മലത്തിനോടാകട്ടെ, അത് ശിർക്കാണ്. ഇനിയോ ഭൗതികമോ അഭൗതികവുമായ ഒരു കാര്യവും ഹാജറുള്ളതോ ഇല്ലാത്തതോ ആയ ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും തേടാനും ചോദിക്കാനും നമുക്ക് പാടില്ല. അത്തരം ഒരു അനുവാദം നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവപൂർവം വിഷയങ്ങളെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. ഇരിക്കൂറിലെ പള്ളി അത് 2.5 മാസം പൂട്ടിക്കിടന്നത് ഗൗരവപൂർവം നമ്മൾ കാണുകയും 10 ജുമുഅ, അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ജമാഅത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, ബാങ്ക്, ഇഖാമത്ത്, ഖുർആൻ പാരായണം, ഇവയൊക്കെ മുടങ്ങിപ്പോയിട്ടുണ്ട്.
അത് നമുക്ക് പാടില്ലാത്തതാണ്. നമ്മളിൽ നിന്നത് ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. അത് വന്നു പോയതിൽ ഖേദിക്കുക. അതോടൊപ്പം മടവൂർ വിഭാഗത്തിലെ സുഹൃത്തുക്കളോട് പറയുന്നു, ഹദീസ് നിഷേധം പച്ചയായി വന്നിട്ടുണ്ട്, വളരെ കൃത്യമായി വന്നിട്ടുണ്ട്. ആ നിഷേധങ്ങളുടെ അവസാനത്തെ ആണിയടിക്കലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ, ധാരാളക്കണക്കിന് വർഷങ്ങളിൽ 2012 വരെ മടവൂർ വിഭാഗത്തിന്റെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ, എന്റെ സംഘടനാ രംഗത്തെ മുമ്പത്തെ അനിയ സുഹൃത്തു കൂടിയായ മുജീബ് റഹ്മാൻ കിനാലൂർ. മുജീബ് റഹ്മാൻ കിനാലൂർ ചേകനൂരുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം ക്രോഡീകരിച്ചു. ആ പുസ്തകത്തിന്റെ പേര് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, നവോത്ഥാന ആശയക്കാരായ പലരും മുമ്പ് തന്നെ പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ പരമ്പരയിലെ ഒരു കണ്ണിയാണ് വാസ്തവത്തിൽ ചേകനൂർ മൗലവിയും എന്നാണ് യഥാർത്ഥത്തിൽ ചേകനൂർ മൗലവി. അപ്പോൾ ചേകനൂർ മൗലവിയെ ന്യായീകരിക്കാനും, ചേകനൂർ മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കന്മാരിൽ ഉൾപ്പെട്ട ആളാണെന്ന് പറയാൻ ബഹുമാന്യരായ മടവൂർ വിഭാഗം സുഹൃത്തുക്കളെ മുജീബ് റഹ്മാൻ മുന്നോട്ട് വരുമ്പോൾ അറിയുക, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ 1969 വണ്ടൂരിലെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ചേകനൂർ മൗലവിയെ മറുഭാഗത്ത് നിർത്തിയിട്ട് വാദപ്രതിവാദം നടത്തി അദ്ദേഹത്തിന്റെ ആദർശങ്ങളെ തച്ചു പൊളിച്ച് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എത്തിച്ചിരുന്നു. അങ്ങനെ തോറ്റമ്പിപ്പോയ ആ ചേകനൂർ അദ്ദേഹത്തെ ശാരീരികമായി കൈകാര്യം ചെയ്തത് നമ്മളാരും അംഗീകരിക്കുന്നില്ലല്ലോ. ആദർശപരമായി തന്നെ കൈകാര്യം ചെയ്യാൻ നമ്മൾ ഒരുക്കമാണ്. പിന്നെ ഇതിനാ ശാരീരികമായി കൈകാര്യം ചെയ്യുന്നത്? അത് നമ്മുടെ രീതിയല്ല. അങ്ങനെ തകർത്ത് തരിപ്പടമാക്കിയ ആദർശത്തിന്റെ നേതാവ്, സർവമത സത്യവാദം പറഞ്ഞ് നമസ്കാരം 3 വഖത്താണെന്ന് പറഞ്ഞ, അറിയുക എന്താണ് സക്കരിയ, നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മലയാള എഴുത്തുകാരൻ സക്കറിയ പറഞ്ഞത്? എനിക്ക് അദ്ദേഹത്തോട് അഥവാ ചേകനോട് വിയോജിപ്പുണ്ട് എന്നാണ്. അദ്ദേഹം ഹദീസുകളെ തള്ളിയപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിക്കാൻ സാധിച്ചത് പ്രവാചകന്റെ ഹദീസ് പഠിച്ചിട്ടാണ് എന്നൊരു അമുസ്ലിം പറയുമ്പോ ആ അമുസ്ലിം കാണിച്ച മര്യാദയെങ്കിലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുജീബിന് കാണിക്കാമായിരുന്നു. പക്ഷേ മുജീബ് അദ്ദേഹത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന ആശയക്കാരനായി അവതരിപ്പിച്ചു. അപ്പോൾ ഇനി ഐക്യം നടക്കുകയാണെന്ന് കരുതുക. ആ ഐക്യത്തിന് സ്വാഗതം പറയാൻ മുജീബ് റഹ്മാനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകരചനയിൽ സഹായിച്ച സുഹൃത്ത് റിയാസോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളോ ആണ് സ്വാഗതം പറയുന്നതെങ്കിൽ ഒരുപക്ഷെ ആ സ്വാഗത പ്രസംഗത്തിൽ അവർ പറയുക, മഹാനായ KM മൗലവി, വക്കം മൗലവി, ചേകനൂർ മൗലവിയെ തുടങ്ങിയ പോലെയുള്ള ആളുകൾ പടുത്തുയർത്തിയ പ്രസ്ഥാനം എന്നല്ലേ ആ ഐക്യ സമ്മേളനത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ ഉണ്ടാവുക? അപ്പോൾ സഹോദരങ്ങളെ, മടവൂർ വിഭാഗം എത്തിപ്പെട്ടത് വ്യക്തമായ വഴികേടിലാണ്. അവരെത്തിപ്പെട്ടത് ചേകനൂരിനെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാവായി അവതരിപ്പിക്കുന്ന അവസ്ഥയിലാണ്. 2.5 മാസക്കാലം പൂട്ടിക്കടന്ന പള്ളി തുറന്നപ്പോൾ റബ്ബൊരു ഹൈറ് തന്നു. ചേകനൂരിനെ കുറിച്ച് മിമ്പറിന്റെ മുകളിൽ വെച്ച് പ്രസംഗിച്ചു പോകുന്ന നേതാവായി പ്രസംഗിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരിക്കൂറിലെ മുജാഹിദുകളെ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിഞ്ഞോ അറിയാതെയോ പള്ളി പൂട്ടിച്ചു പോകുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ, അവരോട് ദേഷ്യമില്ല, വിദ്വേഷമില്ല, മറിച്ച് വിഷമമാണുള്ളത്, സങ്കടമാണുള്ളത്. ഒരിക്കലും നമുക്കിടയിൽ സംഭവിക്കാൻ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകരിൽ പലരും തെറ്റിദ്ധരിച്ചവരാണ്. തെറ്റിദ്ധരിച്ചവരെ ശത്രുക്കളാക്കാൻ നമ്മൾ ഒരിക്കലും തയ്യാറല്ല. അതുകൊണ്ട് വിഷയങ്ങളെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. ബൈലക്സിലേക്ക് വൈകിയെത്തിയവരോട് വീണ്ടും പറയട്ടെ, കഴിഞ്ഞ ഏപ്രിൽ മാസം 26-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ ചില സഹോദരങ്ങൾ ചെയ്ത അവിവേകം കൊണ്ട് അടച്ചുപൂട്ടിയ ഇരിക്കൂറിലെ സലഫി മസ്ജിദ് അൽഹംദുലില്ലാഹ് ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇന്നലെ വൈകുന്നേരം അസറോടുകൂടി ഇബാദത്തുകൾക്ക് വേണ്ടി തുറന്നു കിട്ടിയിരിക്കുന്നു. വ്യക്തമായ വിധി വന്നിരിക്കുന്നു. എ പാർട്ടി അഥവാ
ഈ കേസിൽ RDO കോടതിയുടെ മുമ്പിൽ വന്നത് 3 പാർട്ടികളായിരുന്നു. A പാർട്ടി എന്നത് യഥാർത്ഥ മുജാഹിദുകൾ, B പാർട്ടി എന്നത് KNM എന്ന സംഘടനയെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നവർ, C പാർട്ടി എന്ന് പറയുന്നത് മടവൂർ വിഭാഗം. എന്നിട്ട് കോടതി വാദങ്ങൾ മുഴുവൻ കേട്ട ശേഷം RDO കോടതിയുടെ വിധി, RDOയിൽ ഇനി മറ്റൊരു വിധി വരാനില്ല. ആ വിധി എന്താണ്? A party to be in actual possession and permits to continue. സിവിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ഒരുപക്ഷെ വന്നേക്കാം. പക്ഷേ RDOയുടെ വ്യക്തമായ വിധി വന്നിരിക്കുന്നു. A party to be in actual possession and permits to continue. അങ്ങനെ മുജീബുല്ല അൻസാരി തന്നെ അവിടെ ഖുതുബ പറയുന്ന ആ കമ്മിറ്റി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നു. മടവൂർ വിഭാഗത്തിന്റെ തലയുടെ നടുക്ക് ഒലക്ക കൊണ്ട് ഒരു അടി കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞു, നോ ക്വസ്റ്റ്യൻ ഓഫ് പൊസഷൻ അറൈസസ് അബൌട്ട് C പാർട്ടി. C പാർട്ടിയെ പറ്റി ഒരു ചോദ്യം തന്നെ അവിടെ വരുന്നില്ല, അവർക്ക് പള്ളിയായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാഹ് പകുതി ഖുതുബകൾ മടവൂർ വിഭാഗത്തിന് കിട്ടുകയും ആ മടവൂർ വിഭാഗത്തിന്റെ കൂടാരത്തിലേക്ക് ചാരപ്രവർത്തനങ്ങൾക്ക് ശേഷം എത്തിപ്പെട്ട KKP അബ്ദുള്ള പോലും ഖുതുബ പറഞ്ഞ ആ വിഷമകരമായ അവസ്ഥ ഒഴിവായി പൂർണ്ണമായും തൗഹീദിന്റെ സുന്നത്തിന്റെ ഖുതുബകൾ, പരലോകത്തിന്റെ ഖുതുബകൾ. ഇരിക്കൂറിലെ പാവപ്പെട്ട സ്ത്രീകൾ പറഞ്ഞല്ലോ, പടച്ചോനെ ഞങ്ങൾ റമദാനിന് എന്ത് ചെയ്യും, എത്ര ദൂരം യാത്ര ചെയ്താണ് ഞങ്ങൾ പള്ളികളിലേക്ക് പോകേണ്ടി വരിക, തറാവീഹിന് പോവുക എന്ന് പ്രയാസപ്പെട്ട കരഞ്ഞുപോയ സ്ത്രീകളുടെ ദുആ സ്വീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. കണ്ണൂർ ജില്ലയിലെ ഇപ്പോൾ ഒരു കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഒരു ഡോക്ടർ ഒരു വീട്ടിലെ ഗ്രൂപ്പ് യോഗത്തിൽ പറഞ്ഞത്, മടവൂർ വിഭാഗത്തിന് പോയാലും മുജീബുള്ള ഖുതുബ പറയരുത് എന്നാണ്. ആ പറഞ്ഞത് തെറ്റാണ്, ആ പറഞ്ഞത് ശരിയല്ല. വള്ളൂർ റഷീദ് സാഹിബ് മടവൂരികൾക്കെതിരെ യുദ്ധം നടത്തിക്കൊണ്ടാണ് മുജീബുള്ളയുടെ കയ്യിലേക്ക് ഇരിക്കൂറിലെ മുജാഹിദ് പ്രവർത്തകരുടെ കയ്യിലേക്ക് ആ പള്ളി കൊടുത്തിട്ടുള്ളത്. അത് മടവൂരികൾ പറഞ്ഞാലും പ്രശ്നമില്ലെന്ന് പറഞ്ഞു പോയത് തെറ്റാണ്. നമ്മൾ ആ വിഷയത്തിൽ വിഷമിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൈനീട്ടണം. ഖബറിൽ കിടക്കുന്ന ആ റഷീദ് സാഹിബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മടവൂർ വിഭാഗം ഹദീസ് നിഷേധവുമായി കണ്ണൂർ ജില്ലയിലൂടെ ഓടി നടന്നപ്പോൾ അതിനെതിരെ ശക്തമായ യുദ്ധം പ്രഖ്യാപിച്ച ഒരു സാധാരണ പ്രവർത്തകനായിരുന്നു റഷീദ് സാഹിബ്. ഇന്ന് മടവൂർ വിഭാഗത്തിന്റെ തെറ്റുകൾ തിരുത്താതെ ആ ഹദീസുകൾ 60 ഹദീസുകൾ ഞാൻ ലൈഫാക്കിയിട്ട് മുജാഹിദുകൾക്ക് എന്ത് കുഴപ്പമാണ് പറ്റിയത് എന്ന് ചോദിച്ച അബ്ദുസ്സലാം സുല്ലമിയുടെ അദ്ദേഹം ലൈഫാക്കി എന്ന് പറഞ്ഞ 60 ഹദീസുകൾ ഇപ്പോൾ അദ്ദേഹം തിരുത്തിയോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. എങ്കിൽ ആ മടവൂർ വിഭാഗവുമായി ആദർശപരമല്ലാത്ത ഒരു ഐക്യം മുജാഹിദുകൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല. ആദർശപരമല്ലാത്ത ഒരു ഐക്യം ഒരിക്കലും അംഗീകരിക്കുകയില്ല. കാരണം എന്താണെന്നറിയാമോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ നേതാവുണ്ടായിരുന്നു, മഹാനായ ഒരു ഹദീസ് പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് മൗലവി. അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥങ്ങൾ ഒരു പഠനം എന്ന് പറഞ്ഞ പുസ്തകം ഈ അടുത്തും കേരള നദ്വത്തുൽ മുജാഹിദീൻ പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ ആദ്യ പേജിൽ തന്നെ ഹദീസ് നിർവചനം എന്ന ഹെഡിങ്ങിന്റെ കീഴിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? ഖുർആനിനോടൊപ്പം തന്നെ ഹദീസും ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽപ്പെട്ടതാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഹദീസിലെ കൽപ്പനകളോ വിലക്കുകളോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം നിർമ്മിതങ്ങളല്ല, മറിച്ച് ഖുർആനിൽ നിന്ന് ഗ്രഹിച്ചതോ അല്ലെങ്കിൽ വഹ്യ് മുഖേന അറിഞ്ഞതോ മാത്രമാകുന്നു. അപ്പോൾ ഖുർആനും ഹദീസും രണ്ടും വഹ്യ് തന്നെ. ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് മൗലവി എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നാമത്തെ പേജിൽ അദ്ദേഹം കൊടുത്ത ആയത്ത് സൂറത്തു നജ്മിൽ നിന്ന് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ എന്ന ആയത്ത് കൊടുത്തു. ശേഷം അദ്ദേഹം രണ്ടാമത്തെ പേജിൽ മറ്റൊരായത്ത് കൊടുത്തു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. സൂറത്ത് ഹശ്റിലെ ഈ ഭാഗവും അദ്ദേഹം എടുത്തു കൊടുത്തു. അപ്പോൾ ഖുർആനും ഹദീസും രണ്ടും വഹയാണ്. എന്നാൽ ഹദീസ് വഹയാകുന്നു എന്നതിനെ ഒട്ടേറെ പ്രഭാഷണങ്ങളിലൂടെ മടവൂർ വിഭാഗം ചോദ്യം ചെയ്തിരിക്കുന്നു.
ആ ചോദ്യം ചെയ്തത് പിൻവലിക്കാതെ, ഹദീസും വഹി തന്നെ എന്ന് തുറന്നു പ്രഖ്യാപിക്കാതെ എങ്ങനെയാണ് നമ്മൾ അവരുമായി ഐക്യപ്പെടുക? നാം ചിന്തിക്കേണ്ട വിഷയമല്ലേ? അതുകൊണ്ടാണ് ഐക്യ ചർച്ച വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരിൽ 2 വിഭാഗമല്ല, ഇപ്പോൾ 4 വിഭാഗമായി മാറി. 4 വിഭാഗം. 2 വിഭാഗത്തിലും ഐക്യത്തെ അനുകൂലിക്കുന്നവരും അല്ലാത്തവരും തമ്മിൽ മെയിൽ യുദ്ധം, ഇമെയിൽ യുദ്ധം നമ്മൾ പുറത്തേക്ക് തന്നെ എടുത്തിട്ടുകൊണ്ട് നിങ്ങളും വായിച്ചോളൂ എന്ന് പറഞ്ഞ് KPA മജീദ് സാഹിബിനെ പോലെയുള്ള ആളുകൾക്ക് അയച്ച മെയിലുകൾ ജനങ്ങളെല്ലാവരും വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഇവിടെ ഐക്യം നടക്കണം. അത് നടക്കേണ്ടത് ആദർശപരമായിട്ടാണ്. ഐക്യം നടക്കേണ്ട കാര്യം വലാ തഫറഖു എന്ന് പറയുന്നതിന് മുമ്പ് വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു, അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അപ്പോൾ ഭിന്നിച്ചു പോകരുത് എന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക എന്നുണ്ട്. അതെന്താണ്? ഖുർആനും ഹദീസും. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ നമ്മുടെ വിഷയങ്ങളെല്ലാം അവസാനിക്കും. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള വിഷയങ്ങൾ വിനയത്തോടുകൂടി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിഹരിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും അത് പരിഹൃതമാകും. ബഹുമാന്യരായ സമുദായ നേതാക്കന്മാർ, മന്ത്രിമാർ, ഇവരൊക്കെ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. പക്ഷേ അവർക്ക് സംസം വെള്ളത്തിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സാധ്യമല്ലല്ലോ. അതുപോലെ തന്നെ മാസപ്പറയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹദീസ് നിഷേധത്തിൽ തീരുമാനമെടുക്കാൻ സാധ്യമല്ലല്ലോ. അവർക്ക് വിചിന്തനത്തിൽ ജിന്നുബാധ എന്നത് വികലവാദമാണെന്ന് 2013 മെയ് 10 ഖുർആൻ നിഷേധം എഴുതി. അത് ജംഇയ്യത്തുൽ ഉലമയുടെ ബുക്കിൽ പറഞ്ഞത് നേർവിപരീതവുമാണ്. ഈ വിഷയത്തിൽ അവർക്ക് തീരുമാനമെടുക്കാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ എന്തു വേണ്ടി വരും? ബഹുമാന്യരായ നേതാക്കന്മാർ നമ്മളോട് പറയും, ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ഒരു തീരുമാനമെടുത്ത ശേഷം ഞങ്ങളെ വിവരം അറിയിക്കുന്നു എന്ന് തന്നെയാണല്ലോ അവർ പറയുക. അതുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളെ നമ്മൾ പൂവണിയിച്ചു കൊടുക്കണം. അതിനെന്ത് വേണം? ആദ്യം മടവൂർ വിഭാഗത്തിന്റെ ഉള്ളിൽ വമ്പിച്ച ഒരു ചർച്ച നടക്കണം. അതിൽ ഇൻഷാ അല്ലാഹ് ഈ വരാൻ പോകുന്ന 2 പെരുന്നാളുകളും അതുപോലെ നോമ്പിൽ പോലും അവർ ഭിന്നിക്കുന്ന ഒരവസ്ഥയിലാണ് മാസപ്പറയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യം നടക്കേണ്ടതുണ്ട്. ഇരിക്കൂറിലെ സംഭവ വികാസങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ ഓർത്തുപോവുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, വിശിഷ്യ ഇരിക്കൂറിലെ മുജാഹിദ് പ്രവർത്തകരെ സഹായിക്കാൻ ജില്ലയുടെ ഒരു ഭാഗത്തു നിന്നും ആരും വരേണ്ടതില്ല എന്നായിരുന്നു ഇരിക്കൂറിലെ യഥാർത്ഥ KNM യൂണിറ്റ് കമ്മിറ്റിയുടെ തീരുമാനം. പലരും ചോദിച്ചു, ഇങ്ങനെ പള്ളി പൂട്ടാനൊക്കെ പല സ്ഥലത്തുനിന്ന് ആള് വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ, ഇവിടുന്നൊക്കെ ആളുകളോട് നാളെ പോകണമെന്ന് പറയുന്നുണ്ടല്ലോ. അവർ പറഞ്ഞു, ആരും വരരുത് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയുള്ള പ്രവർത്തകർ പള്ളി പൂട്ടുകയും അതിനുശേഷമുള്ള ഓരോ കോടതി വിധിയും വാദങ്ങളും നടക്കുമ്പോൾ അവർ ചെയ്തൊരു പ്രവർത്തനമുണ്ടായിരുന്നു. ആ പ്രവർത്തനമാണ് സഹോദരങ്ങളെ മുജാഹിദുകളെ വിജയിപ്പിച്ചത്. അതാണ് ആയുധം. ആ ആയുധം പലരുടെയും കയ്യിലില്ല. ആ മെസ്സേജ് എന്താണെന്നറിയാമോ? എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ്, തഹജ്ജുദിൽ ദുആ ചെയ്യാൻ മറക്കരുത്. നാളെ കോടതി വിധിയാണ്, തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ ദുആ ചെയ്യാൻ മറക്കരുത്. ഇതാണ് ഇരിക്കൂറിലെ പാവപ്പെട്ട MSMകാരന്റെ ISMകാരന്റെ മുജാഹിദ് പ്രവർത്തകന്റെ മെസ്സേജ് എങ്കിൽ ആ ആഗ്രഹത്തെ തഹജ്ജുദിലുള്ള ദുആ ഒരിക്കലും ബാത്തിലിന് വേണ്ടി ദുആ ചെയ്യാൻ സാധ്യമല്ലല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മളെല്ലാവരും പുനർവിചിന്തനം നടത്തണം. പള്ളി പൂട്ടിക്കാൻ ശ്രമിച്ചു പോയവരെ ശത്രുക്കളായി കാണരുത്. അവർക്കും മാനസികമായ പരിവർത്തനം വരണം. ഒരു പള്ളിയും പൂട്ടരുത്. ഒരു പള്ളിയിലെയും ഒരു ബാങ്കും ഒരു ഇഖാമത്തും ഒരു റക്അത്ത് നമസ്കാരം പോലും തടസ്സമാകരുത്. പള്ളിയിൽ വെച്ച് മൊബൈൽ ശബ്ദമുണ്ടാകുമ്പോൾ പോലും നമ്മൾ അസ്വസ്ഥത കാണിക്കാറില്ലേ? അപ്പോൾ അള്ളാഹുവിന്റെ ഭവനത്തെ പൂട്ടാൻ നമുക്ക് അധികാരമില്ലല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ട് വാശിയും ദേഷ്യവും ഒഴിവാക്കി നമ്മുടെ മനസ്സുകളെ വിനയത്തോടുകൂടിയാക്കാൻ സഹോദരങ്ങളെ. ഈ സംസാരം ഞാൻ സംസാരിക്കുന്നതിന്റെ പേരിൽ എന്നോട് ആരെങ്കിലും ദേഷ്യപ്പെടേണ്ടതുണ്ടോ? ഈ സംസാരം വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ടോ? അത് ശരിയല്ലല്ലോ സഹോദരങ്ങളെ. ഒരു ഹഖ്, ഒരു സത്യമല്ലേ ഈ പറയുന്നത്. അതുകൊണ്ട് ഈ സംസാരം പോലും ഒരു ദേഷ്യത്തിനോ വാശിക്കോ ആരും കാരണമാക്കരുത്. അപ്പോൾ സത്യത്തിന് മറുപടി പറയാൻ ശ്രമിക്കുന്ന ആളുകൾ മുമ്പ് നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ പലരുടെയും കൂട്ടത്തിൽ ഉണ്ട്.
കാന്തപുരം വിഭാഗമൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അത്തരമൊരു അവസ്ഥയിലേക്ക് ഒന്നും നീങ്ങാതെ നമ്മൾ പുനർവിചിന്തനം നടത്താനും നമ്മുടെ പള്ളികളിൽ ബഹളമുണ്ടാകാതെ വിഷമങ്ങളില്ലാതെ അള്ളാഹുവിന്റെ തൗഹീദ് വ്യക്തമായി പറയാൻ നമുക്ക് മുന്നോട്ട് പോകേണ്ടി. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ തളിപ്പറമ്പിലെ ഖുതുബയിൽ വെച്ച് ഞാൻ അവിടുത്തെ ബഹുമാന്യരായ പൊതുജനത്തോട് പറയേണ്ടി വന്നു, ജനങ്ങളെ, ഖുർആനിനും ഹദീസിനും എതിരായ ഒരു ഹർഫ് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് പോകാൻ പറയാം. അവർ ജുമാ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, നിങ്ങൾ അതിനെതിരെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് പറയാതെ നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേവല ഗ്രൂപ്പ് താല്പര്യമാണ് എന്ന് ജുമഅക്ക് ശേഷം നിറഞ്ഞു നിന്ന സദസ്സിൽ നടന്ന ഒരു യോഗത്തിൽ തളിപ്പറമ്പിലെ മെമ്പർഷിപ്പ് എന്താണെന്നറിയാത്ത പാവപ്പെട്ട മുജാഹിദ് ആദർശം സ്വീകരിച്ച അവിടുത്തെ അനുഭാവി വൃദ്ധം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനാണ് വലുത്. ഇവിടെയുള്ള വലിപ്പത്തരങ്ങളല്ല, ഇവിടെയുള്ള വാശിയല്ല, ദേഷ്യമല്ല. നമുക്ക് വലുത് അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ സഹായമാണ് നമുക്ക് വലുത്. അതുകൊണ്ട് തീർച്ചയായും പുനർവിചിന്തനത്തിന് നമ്മളെല്ലാവരും തയ്യാറാകണം. പള്ളിയുമായി ബന്ധപ്പെട്ടത് പൂട്ടാൻ കാരണമായി യാത്ര ചെയ്തു പോയവർ ദയവ് ചെയ്ത് അള്ളാഹുവോട് പശ്ചാത്തപിക്കണം. കാരണം നരകം നമുക്ക് സഹിക്കാൻ സാധ്യമല്ല. അള്ളാഹു നമ്മളെ പരീക്ഷിച്ചാൽ ആ പരീക്ഷണം ഏറ്റെടുക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് 10 ജുമഅകൾ 23 ദിവസത്തെ 2.5 മാസത്തെ ആ ഇബാദത്തുകൾ മുടങ്ങിപ്പോയത് വളരെ ഗൗരവപൂർവം സഹോദരങ്ങളെ നമ്മളെല്ലാവരും കാണുകയും അള്ളാഹുവോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും വേണം. ഒരുപക്ഷേ ഇന്ന് മടവൂർ സാഹിബ് പറയുന്നു, തൗഹീദിൽ ആർക്കും കുറവ് പറ്റിയിട്ടില്ല. മടവൂർ സാഹിബ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും ഒരു CD ടവറിലോ അല്ലെങ്കിൽ മർക്കസ് ദഅവയിലോ ഒരു റൂമിലിരുന്ന് അപ്പുറത്ത് TP അബ്ദുള്ള കോയ മദനി ഇരുന്ന് നിങ്ങൾ കട്ടൻ ചായയും അതോടൊപ്പം തന്നെ അണ്ടിപ്പരിപ്പും തിന്നുമ്പോൾ ഇവിടെ എത്രയോ സഹോദരങ്ങൾ തമ്മിലടിച്ച് കുടുംബങ്ങൾ തെറ്റി ഒരേ നാട്ടിൽ 2 പള്ളിയുണ്ടായ അവസ്ഥയിലെത്തി പോയിട്ടുണ്ട് എന്ന് ബഹുമാന്യനായ മടവൂർ സാഹിബ്, നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ സംസാരത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. ഇപ്പൊ നിങ്ങൾ ഹറമിൽ വെച്ച് പറയുന്നു തൗഹീദിൽ ആർക്കും ഒരു കുറവും പറ്റിയിട്ടില്ല എന്ന്, അല്ലേ? എങ്കിൽ എന്തായിരുന്നു? നിങ്ങൾ ഒരു പുതിയ പണ്ഡിത സംഘടന ഉണ്ടാക്കിയപ്പോൾ അതിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി നിങ്ങൾ നിശ്ചയിച്ച അബ്ദുസ്സലാം സുല്ലമി ബഹുമാനപ്പെട്ട AP അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആള് എന്ന് കാന്തപുരം വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ പോയി കൊടുത്ത ഇന്റർവ്യൂ ഇപ്പോഴും നമ്മുടെ അടുത്തില്ലേ എന്ന് മടവൂർ സാഹിബ് ചിന്തിക്കണം. ഇതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കേണ്ടത് 2-3 വർഷം അങ്ങ് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഒരു നേതാവ് ഹറമ പോയിട്ട് അങ്ങനെ ആരും ഹുസൈൻ സലഫി ഒന്നും ഒരിക്കലും ജിന്നിനോട് തേടാമെന്ന് വാദമൊന്നുമില്ല എന്ന് പിന്നീട് പറയുമ്പോഴേക്കും ഒരുപക്ഷേ അണികൾ, ഒരുപക്ഷേ നേതാക്കന്മാരെ വിശ്വസിച്ച് അകന്നിരിക്കും. ആ അകൽച്ച ഇത് രാഷ്ട്രീയ പാർട്ടിയല്ലല്ലോ, ഇതൊരു സന്നദ്ധ സംഘടനയല്ലല്ലോ, ഇത് ദീനിന്റെ പേരിൽ മഹാനായ KM മൗലവി അദ്ദേഹം പ്രസിഡന്റ് ആയിക്കൊണ്ട് രൂപീകരിച്ച ഒരു സംഘമാണ്. മുംബൈ തന്നെയുള്ള തൗഹീദി ആദർശ പ്രബോധനം ശക്തമാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു ശക്തമായ ആദർശ പ്രസ്ഥാനമാണിത്. ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി ഒരിക്കൽ പറഞ്ഞൊരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരികയാണ്. ഒരാളുടെ കയ്യിൽ ഒരു മെഴുകുതിരി കത്തിച്ചു കൊടുത്തു. എന്നിട്ട് ഇരുട്ടിലൂടെ പോകുന്ന അദ്ദേഹത്തോട് പറഞ്ഞു, ഈ മെഴുകുതിരി കെട്ടുപോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തിനാ മെഴുകുതിരി കൊടുത്തത്? ആ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ മുമ്പിൽ ചെളിയുണ്ടോ, കുണ്ടുണ്ടോ, പാമ്പുണ്ടോ, വല്ല അപകടവുമുണ്ടോ എന്ന് നോക്കാനാണ്. അദ്ദേഹം എന്തു ചെയ്തു? ഈ മെഴുകുതിരി കെട്ടുപോകുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി. അവസാനം കുണ്ടിൽ പോയി വീണു. 1950-ലാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ രൂപീകരിക്കുന്നത്. എന്നാൽ 50 വരെ ഇവിടെ ഇസ്ലാമില്ലേ ഉണ്ട്. എന്നാൽ ആദർശമായി ആദ്യം ഉണ്ടായിത്തീർന്നത് ഖുർആനിലും ഹദീസും പഠിപ്പിക്കുന്ന ആദർശം. ആ ആദർശത്തിന്റെ സംരക്ഷണത്തിലാണ് KNM ഉണ്ടായത്. അപ്പോൾ ആ KNMന്റെ സംരക്ഷണം ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ആ സംരക്ഷണം ആദർശപരമാണ്. ആ ആദർശത്തിന് വേണ്ടിയാണ് KNM, അല്ലേ? ആ KNM അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ പിന്നീടത് ഹുസൈൻ മടവൂരി തിരുത്തി പറഞ്ഞതുപോലെ ആർക്കും ഒരു കുറവും തൗഹീദിൽ പറ്റിയിട്ടില്ല എന്ന് 10 കൊല്ലം കഴിഞ്ഞ് പറയുന്നത് പോലെ കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ പറഞ്ഞിട്ട് പിന്നെ എന്തിനായിരുന്നു നമ്മൾ ഇരിക്കൂർ പള്ളി പൂട്ടിച്ചത് എന്ന് 5 കൊല്ലം കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല.
2 കൊല്ലം കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ആലോചിക്കണം, ഇപ്പോൾ ആലോചിക്കണം. ഇതാ സഹോദരങ്ങളെ, കേരളത്തിലെ പുറത്തു നിർത്തപ്പെട്ട വിദ്യാർത്ഥികള്, യുവാക്കള്, പ്രഭാഷകർ ഒന്നിച്ചു പറയുന്നു യാ ഇബാദല്ലാ എന്നല്ല, യാ അല്ലാ എന്നാണ് വിളിക്കേണ്ടത്. ഹസ്ബി അല്ലാ, ഞങ്ങൾക്ക് അല്ലാഹു മതി. ജിന്നിനെയും മലക്കിനെയും മഹാത്മാക്കളെയും ഒന്നും വിളിച്ചു പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ പാടില്ല. അത് ശിർക്കാണ് എന്നും ചേശ്വരം പ്രഖ്യാപിക്കുമ്പോൾ സഹോദരങ്ങളെ, എന്തിനാണ് ഈ ശിർക്കാരോപണം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങളെ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഹദീസ് നിഷേധമാകുന്ന മഹത്തായ അപകടത്തെ മൂടിവെക്കാൻ, ചേകനൂരിനെ നവോത്ഥാന നേതാവായി അവതരിപ്പിച്ചതിനെ മൂടിവെക്കുവാനുള്ള ശ്രമമാണ് ഈ ശിർക്കാരോപണം എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കേൾക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ ശക്തിപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാളെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഗ്ലോബൽ ഇസ്ലാഹി സംഗമം കോഴിക്കോട്ട് വെച്ച് നടക്കുകയാണ്. കോഴിക്കോട്ടെ സ്പാൻ ഓഡിറ്റോറിയത്തിലാണ് ഇൻഷാ അല്ലാഹ് ഗ്ലോബൽ ഇസ്ലാഹി സംഗമം നടക്കുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന പ്രവാസികളും പ്രവാസികളല്ലാത്ത ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള സഹോദരങ്ങളും തങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം രാവിലെ 9 മണിക്ക് തന്നെ ഗ്ലോബൽ ഇസ്ലാഹി മീറ്റിൽ കോഴിക്കോട്ട് എത്തിച്ചേരുന്നതിന് വേണ്ടി അവരോട് ആവശ്യപ്പെടണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഗ്ലോബൽ ഇസ്ലാഹി മീറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാകട്ടെ. ഇരിക്കൂറിലെ പള്ളി തുറന്നു തന്ന ആഥ നിനക്ക് സ്തുതി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുവേ, ഈ പള്ളി അടഞ്ഞു പോയതുമായി ബന്ധപ്പെട്ട് ഉറക്കമൊഴിഞ്ഞ, കഷ്ടപ്പെട്ട, സമ്പത്ത് ചെലവഴിച്ച, പീഡനങ്ങൾ സഹിച്ച, ഭീഷണികൾ കേട്ട, പരിഹാസങ്ങൾ സഹിച്ച ഒട്ടേറെ കുട്ടികളടക്കമുള്ള, സ്ത്രീകളടക്കമുള്ള, യുവാക്കളടക്കമുള്ള, പണ്ഡിതരടക്കമുള്ള ഒട്ടേറെ ആളുകളുണ്ട്. അവർക്കെല്ലാം നീ ഉന്നതമായ പ്രതിഫലം നൽകണമേ. ഈ വിഷമങ്ങളൊക്കെ സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ മിമ്പർ ഒരിക്കലും ശിർക്കാരോപണം പറയുന്ന, ഹദീസ് നിഷേധം പറയുന്ന, ശിർക്ക് പറയുന്ന ഒരു മിമ്പറായി പോകാതിരിക്കാൻ, നിന്റെ ദീനിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ റെഡിയാണ്. നാഥ, നീ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ കാവൽ നീ ഞങ്ങൾക്ക് നൽകണമേ. അല്ലാഹുവേ, 2.5 മാസക്കാലത്ത് ഇബാദത്ത് മുടങ്ങിയതിന് റബ്ബിനോട് കൈനീട്ടി തൗബ തേടുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളുടെ മനസ്സുകളെ നീ എത്തിച്ചേർക്കണമേ. 10 ജുമഅകൾ മുടങ്ങിപ്പോയത് പടച്ചവനെ തെറ്റായി പോയി, പുറത്തു തരേണമേ എന്ന് അല്ലാഹുവേ നിന്നോട് കൈനീട്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് നീ അവരെ എത്തിക്കണമേ. നീ അവരുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. അല്ലാഹുവേ, മടവൂർ വിഭാഗം ഒരുക്കുന്ന കെണികളിൽ നിന്നും നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. അവരുടെ ഹദീസ് നിഷേധങ്ങൾ തിരുത്തി, തൗഹീദിന്റെ വ്യാഖ്യാനത്തിൽ അവർ പറ്റിയ തകരാറുകൾ തിരുത്തി അവർക്ക് തിരിച്ചു വരിക വഴി യഥാർത്ഥ ഐക്യമുണ്ടാക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. റമദാൻ മാസം യാതൊരു അല്ലലും അലട്ടലും ഇല്ലാതെ ഇബാദത്തുകളുമായി മുന്നോട്ട് പോകാനും പരസ്പരം അടുക്കാനും പരസ്പരം പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുവാനും നാഥാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. പ്രായം ചെന്ന് പ്രയാസപ്പെടുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. അവർക്ക് നീ ആഫിയത്ത് നൽകണമേ. അല്ലാഹുവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് വിട പറഞ്ഞ ഒട്ടേറെ സഹോദരങ്ങളുണ്ട്. തളിപ്പറമ്പ് പള്ളിയിലേക്ക് ജുമഅക്ക് വരുന്ന വഴിക്ക് 2 ആഴ്ച മുമ്പ് ഒരു സഹോദരൻ മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച പള്ളിയിൽ പോകാൻ ആഗ്രഹമുള്ള ഒരു സഹോദരൻ വ്യാഴാഴ്ച അസുഖത്തിൽപ്പെട്ട് വെള്ളിയാഴ്ച മരണപ്പെട്ടു പോയി. അങ്ങനെ ഒട്ടേറെ സഹോദരങ്ങൾ പള്ളിയുമായി ഹൃദയബന്ധം സ്ഥാപിച്ചവർ മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ആളുകൾക്ക് സത്യം അറിയിച്ചു കൊടുക്കുന്ന ഈ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമും അൽ ഇസ്ലാഹ് റേഡിയോ, ഈ 2 സംവിധാനങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. ചെറിയ ചെറിയ അബദ്ധങ്ങൾ പോലും ഇല്ലാതെ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. നിന്റെ ദീനിന്റെ വക്താക്കളാകാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.